ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമോ നമഃ. ഗുരുബ്രഹ്മ ഗുരുവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരം ബ്രഹ്മം തസ്മൈ ശ്രീ ഗുരവേ നമഃ. അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരുക്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. അഖണ്ഡമണ്ഡലാകാരം വ്യാപ്തം യേന ചരാചരം തത്പദം ദർശിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഭാഗവതം. ഭാഗവതം എന്നാൽ എന്താണ്? ഭഗവാന്റെ ചരിതങ്ങൾ, ഭഗവാന്റെ കീർത്തനം, ഭഗവാന്റെ സ്തുതികളും കീർത്തനങ്ങളും. ഭാഗവതം എന്നുള്ളതിന് അർത്ഥം എന്താണെന്ന് പറയുവാണ്. നാലക്ഷരമാണ് ഭാഗവതം എന്നത്. ഭ എന്നാൽ ഭഗവാന്റെ നാമങ്ങളാണ്. ഭഗവാനെ അറിയുക. ഗ ഗർഭിനെ ഇല്ലാതാക്കുക. വാ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഏതെന്നാണോ അതാണ് വായ്. താ തത്വം, തത്വങ്ങളാണ് നാല് വേദങ്ങളുടെയും തത്വങ്ങളാണ് ഭാഗവതത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. നാല് വേദങ്ങൾ ഹിന്ദുക്കളുടെ ഏറ്റവും പ്രധാനമായ ഗ്രന്ഥമാണ് വേദങ്ങൾ. വേദങ്ങൾ 4 വിധമാണ്. ഭാഗവതം അതിൽ 18 പുരാണങ്ങളിലും ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒന്നാണ് ഭാഗവതം. ഭാഗവതത്തിനകത്തെ ഭഗവാൻ, സത്യസ്വരൂപനായ ഭഗവാന്റെ നാമങ്ങളും കീർത്തനങ്ങളും സ്തുതികളും എല്ലാം മനുഷ്യന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും അടങ്ങിയിരിക്കുന്നു ഭാഗവതത്തിൽ. ഭാഗവതം ആദ്യം ഭഗവാൻ ബ്രഹ്മാവ് ആദ്യം നാരദ മഹർഷിക്ക് ഉപദേശിക്കുന്നു. നാരദൻ അത് വേദവ്യാസ മഹർഷിക്ക് ഉപദേശിക്കുന്നു. വേദവ്യാസൻ ശ്രീശുക മഹർഷിക്ക്, ബ്രഹ്മർഷിയായ ശ്രീശുക മഹർഷിക്ക് ഉപദേശിച്ചിട്ട് അത് ശ്രീ പരീക്ഷിത്തിന് ഉപദേശിക്കുന്നു. ഭാഗവതം അതാണ് ഭാഗവതം. ഏറ്റവും പ്രധാനമായ ഗ്രന്ഥമാണ് ഭാഗവതം. 18 പുരാണങ്ങളിലും ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളതാണ് ഭാഗവതം. ഭാഗവതം ഭാഗവതത്തെ കുറിച്ച്